ഹായ് എവ്രി വൺ BEG 1138-ൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് നമ്പർ 1-ലെ യൂണിറ്റ് നമ്പർ 3-യിൽ നിന്നും റെഗുലറായിട്ട് ചോദിച്ചു വരാറുള്ള ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. നമുക്കറിയാം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്ത് സെക്ഷൻ Pയിൽ നിന്നും റെഗുലറായിട്ട് ചോദിച്ചു വരുന്നത് ഈ ഒരു ബ്ലോക്ക് നമ്പർ 1-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം പ്യുവർലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷൻ Bയിൽ റെഗുലറായിട്ട് ചോദിച്ചു വരുന്നത്. അപ്പം ആ ഒരു സെക്ഷൻ Bയിൽ റെഗുലറായിട്ട് ചോദിച്ചു വരുന്ന ഒരു ടോപ്പിക്കാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പോൾ നമുക്ക് നോക്കാം റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റെഗുലറായിട്ട് ചോദിച്ചു വരാറുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പ്രധാനപ്പെട്ടത്. അത്തരം ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരെ നമുക്ക് ഓരോ ടോപ്പിക്കിലേക്ക് 1 by 1 ആയിട്ട് പോവാം. അപ്പം ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ യൂണിറ്റ് നമ്പർ 3-യിൽ പ്രധാനമായിട്ടും 4 ടോപ്പിക്കുകളാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ പല ക്വസ്റ്റ്യൻസും പല ടോപ്പിക്കും ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ടോപ്പിക്കും 1 by 1 ആയിട്ട് നോക്കാം. ഡെഫിനിഷൻ ആൻഡ് ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ രണ്ടാമത്തെ ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ദെൻ സ്ട്രാറ്റജീസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, ദെൻ സ്കിൽസ് ഫോർ റീഡിംഗ് കോംപ്രിഹെൻഷൻ. അപ്പം ഇത്രയും 4 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു 4 ടോപ്പിക്കും ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ടായിരിക്കും, അല്ലെങ്കിൽ 3ഓളം പാർട്ടുകളായിട്ടായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കും 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡെഫിനിഷൻ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. Reading comprehension means the ability to understand a written text. അപ്പം ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ലേൺ വാട്ട് ഈസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, അല്ലേ? അപ്പം ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക എന്നുള്ള മീനിങ് ആണ് കോംപ്രിഹെൻഷൻ, അല്ലേ? അപ്പം നോക്കാം റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്താണെന്നുള്ളത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ മീൻസ് ദി എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് എ റിട്ടൺ ടെക്സ്റ്റ്. ഒരു റിട്ടൺ ടെക്സ്റ്റിനെ നമ്മൾ മനസ്സിലാക്കുന്നതിനുള്ള എബിലിറ്റിയാണ്, സ്കില്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം റീഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ റിട്ടൺ ടെക്സ്റ്റിനെ നമ്മൾ റീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വായിച്ച് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ റിട്ടൺ ടെക്സ്റ്റിനെ വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റിയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നോയിങ് ദി മീനിങ്സ് ഓഫ് വേർഡ്സ്, ബട്ട് ഓൾസോ അബൌട്ട് ഇൻ്റർപ്രിറ്റിംഗ് സെൻറ്റൻസസ്, ഐഡിയാസ് ആൻഡ് ഹിഡൻ മീനിങ്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നുള്ളത് കൊണ്ട് എന്ത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, വേർഡ് മീനിങ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല. നമ്മളൊരു ടെക്സ്റ്റിനെ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ ഓരോ സെൻറ്റൻസിനെയും ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം, ഐഡിയാസിനെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അതുപോലെ തന്നെ ഹിഡൻ മീനിങ്ങിനൊക്കെ നമ്മൾ അൺകവർ ചെയ്യാൻ സാധിക്കണം, അല്ലേ? ഇങ്ങനെ ഒരു സെൻറ്റൻസിനെയും ഐഡിയാസിനൊക്കെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കുന്ന, അതുപോലെ തന്നെ ഹിഡൻ മീനിങ്ങിനൊക്കെ അൺകവർ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ്, സ്കില്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എ ഗുഡ് റീഡർ ഡസൻറ്റ് സ്റ്റോപ്പ് അറ്റ് ദ സർഫേസ് ലെവൽ ബട്ട് ഓൾസോ കണക്ട്സ് ഐഡിയാസ് ലോജിക്കലി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി റൈറ്റേഴ്സ് പർപ്പസ്, അല്ലേ? അപ്പം ഒരു ഗുഡ് റീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ്, എബിലിറ്റിയാണ് ഈ പറയുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ, അല്ലേ? വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, അല്ലേ? അപ്പം ഈ ഒരു ഗുഡ് റീഡർ ആണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ആ ഒരു സർഫേസ് ലെവലുള്ള മീനിങ് മാത്രമാവില്ല അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഓൾസോ കണക്ട് ഐഡിയാസ് ലോജിക്കലി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ റൈറ്റേഴ്സ് പർപ്പസ്, അല്ലേ? അപ്പം യഥാർത്ഥ ഒരു റീഡിംഗ് പർപ്പസ് ഉള്ള ആളാണ് ഗുഡ് റീഡർ. ആ ഗുഡ് റീഡർ കൺസിഡർ ചെയ്യുന്നത് സർഫേസ് ലെവലുള്ള മീനിങ് മാത്രമല്ല, അദ്ദേഹം ആ ഒരു ടെക്സ്റ്റിൽ വരുന്ന ഐഡിയാസിനെ ലോജിക്കലി എന്ത് ചെയ്യും, കണക്ട് ചെയ്യും, അല്ലേ? അതിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഓരോന്നിൻ്റെയും കോസസും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും കോസസും എഫക്റ്റും, അല്ലേ, ഒക്കെ കൺസിഡർ ചെയ്യുന്ന ഒരാളായിരിക്കും. ലോജിക്കലി ഐഡിയാസിനെ കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓതേഴ്സിൻ്റെ, റൈറ്റേഴ്സിൻ്റെ ഒക്കെ ഉദ്ദേശം, പേർപ്പസ് മനസ്സിലാക്കാൻ, അല്ലേ? ഇപ്പം നമുക്ക് പിന്നെ നോവലാണെങ്കിലും ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും എസ്സേസ് ആണെങ്കിലും അത് എഴുതുന്ന സമയത്ത് അതിൻ്റെ ഓതേഴ്സിനൊരു പേർപ്പസ് ഉണ്ടായിരിക്കും, ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. അപ്പം ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ആ ഓതേഴ്സിൻ്റെ, റൈറ്റേഴ്സിൻ്റെ ഒക്കെ പേർപ്പസ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ഓക്കെ, മറ്റ് പ്രത്യേകതകൾ നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ലിങ്കിങ് വേർഡ് മീനിങ് വിത്ത്
കോണ്ടെക്സ്റ്റ് അല്ലേ? അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്കില്ലുള്ള ഒരാളാണെങ്കിൽ അല്ലെ റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മൾ എന്തിനു സഹായിക്കുന്നുണ്ട്? ഓരോ വേർഡിനെയും കോണ്ടെക്സ്റ്റിനനുസരിച്ച് മീനിങ് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ വേർഡിനും കോണ്ടെക്സ്റ്റിനനുസരിച്ച് അതിൻ്റെ മീനിങ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു വേർഡ് എടുത്താൽ കാണാം നമുക്ക് ആ ഒരു വേർഡിന് ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ വരുന്ന സെല്ലെന്ന് പറയുന്ന ഈ ഒരു വേർഡിന് നമ്മൾ കോണ്ടെക്സ്റ്റ് മാറുന്നതിനനുസരിച്ച് ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ സെല്ല് ബയോളജിയിൽ ഒരു സെല്ല് വരുന്നുണ്ട്. സെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിലിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു സെയിം വേർഡിന് തന്നെ ഡിഫറെൻറ്റ് മീനിങ് ഉണ്ടായിരിക്കും. ആ മീനിങ് കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ലിങ്ക് ചെയ്യാൻ വേണ്ടി റീഡിംഗ് കോംപ്രിഹെൻഷന് സഹായിക്കും. അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ലിങ്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇറ്റ് റിക്വയേഴ്സ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് എബിലിറ്റി ടു സീ ദ ബിഗ്ഗർ പിക്ചർ അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവണമെങ്കിൽ, ഈ ഒരു സ്കിൽ എബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഉണ്ടായിരിക്കണം. ഡിഫറെൻ്റ് ആയിട്ട് ടെക്സ്റ്റിൽ കാണുന്ന ഐഡിയാസിനെ പോയിന്റുകളെ കണക്ട് ചെയ്യാൻ സാധിക്കണം, ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റ് ഏരിയകളിൽ അപ്ലൈ ചെയ്യാനും സാധിക്കണം. അതാണ് ഇറ്റ് റിക്വയേഴ്സ് ലോജിക്കൽ തിങ്കിങ് ആൻഡ് എബിലിറ്റി ടു സീ ബിഗ്ഗർ പിക്ചർ. അതുപോലെ തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ പേഴ്സൺസ് ബാക്ക്ഗ്രൗണ്ട് നോളജ്, ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് റീസണിങ് പവർ. അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ്. മറ്റൊരു റിക്വയർമെൻറ്റ്സ് ആണ് എന്തൊക്കെ? പേഴ്സൺസ് ബാക്ക്ഗ്രൗണ്ട് നോളജ് അല്ലേ? ഇപ്പം നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ, ദ എൻവയറമെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻവയറമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ട് നോളജ് ഉണ്ടായിരിക്കണം അല്ലേ? എന്നാലാണ് നമുക്ക് ആ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽ ഉണ്ടായിരിക്കണം അല്ലേ? റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം ലാംഗ്വേജ് സ്കിൽ ഉണ്ടായിരിക്കണം. ഓരോ വേർഡ്സും റീഡ് ചെയ്യാനും പ്രൊനൗൺസ് ചെയ്യാനും മീനിങ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കേണ്ട ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടായിരിക്കണം നമ്മൾ ആ റീഡ് ചെയ്യുന്ന ടോപ്പിക്കിൽ, സബ്ജക്റ്റിൽ. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റീസണിങ് പവർ ഉണ്ടായിരിക്കണം. അപ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കേണ്ട ബേസ് റിക്വയർമെൻറ്റ്സ് ആണ് ലോജിക്കൽ തിങ്കിങ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എബിലിറ്റി ടു സീ ദ ബിഗ്ഗർ പിക്ചർ. മറ്റൊന്ന് പേഴ്സൺ ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ടായിരിക്കണം. റീസണിങ് പവർ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലേ? ഏതൊക്കെ ലെവൽ ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണെന്നുള്ളത് നമുക്ക് ഡിഫറെൻറ്റ് ലെവൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ വർക്ക്സ് അറ്റ് ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ലെവൽ. അപ്പം നമ്മൾ ലാംഗ്വേജിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കേണ്ട ഒരു ബേസിക് റിക്വയർമെൻറ്റ്സ് ആണ് എന്ത്? ലാംഗ്വേജ് നോളജ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം ഇവിടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ വർക്ക്സ് അറ്റ് ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ലെവൽ. അപ്പം ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ്റെ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഫൊനീമിക് ലെവൽ. ഫൊനീമിക് ലെവൽ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് സൗണ്ട്സ് ഓഫ് വേർഡ്സ് അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യണമെങ്കിൽ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി വേണം, ലാംഗ്വേജ് നോളജ് വേണം അല്ലേ? അതിൽപ്പെട്ട ഫസ്റ്റ് കാര്യമാണ് ഏത്? നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദി ബേസിക് സൗണ്ട്സ് ഓഫ് വേർഡ്സ് അല്ലേ? ഇപ്പം നമ്മൾ ഏത് വേർഡ് എടുക്കുകയാണെങ്കിലും വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സൗണ്ട്സ്. ഡിഫറെൻറ്റ് സൗണ്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഓരോ വേർഡും നമ്മൾ ഫോം ചെയ്യുന്നത് അല്ലേ? നോക്ക് നിങ്ങൾ ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ സൗണ്ടിനെയാണ് ഓരോ വേർഡ്സും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ സൗണ്ട്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫൊനീംസ്. മനസ്സിലാവുന്നുണ്ടോ? ഫൊനീംസ് അല്ലെ? ഇൻഡിവിജ്വൽ സൗണ്ടിനെയാണ്. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, റെക്കഗ്നൈസിങ് ദ കാറ്റ്. കാറ്റ് എന്ന് പറയുന്ന വേർഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 സൗണ്ട്സ് അല്ലേ? ഏതൊക്കെ? ക, ആ ആൻഡ് ട്. ഇതാണ് കാറ്റ് എന്ന് പറയുന്ന വേർഡ് അല്ലേ? ഇങ്ങനെ ഇൻഡിവിജ്വൽ സൗണ്ടിനെ നെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ സൗണ്ട്സിനെയാണ് എന്ത്? ഫൊനീം അല്ലേ? അപ്പം നമ്മളൊരു വേർഡ് മനസ്സിലാക്കണമെങ്കിൽ അല്ലെ, വേർഡ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിൻ്റെ മീനിങ് കണ്ടെത്താൻ സാധിക്കുള്ളൂ, വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ലെവൽ ഓഫ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലാണ് എന്തിനെ മനസ്സിലാക്കുക എന്നുള്ളത്, അണ്ടർസ്റ്റാൻഡിങ് ദ ബേസിക് സൗണ്ട്സ് ഓഫ് വേർഡ്സ് അല്ലേ? അതിനെ നമ്മൾ പറയുന്ന ആ ഒരു ലെവലിനെ പറയുന്ന പേരാണ്, ഫസ്റ്റ് ലെവലിന് പറയുന്ന പേരാണ് എന്ത്? ഫൊനീമിക് ലെവൽ അല്ലേ? ഫൊനീമിക് ലെവലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി അണ്ടർസ്റ്റാൻഡ് ദി ബേസിക് സൗണ്ട്സ് ഓഫ് വേർഡ്സ്. ഓക്കെ.
എക്സാമിന് ചോദിച്ച് കഴിയുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളായിട്ടുള്ള വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ എക്സാമ്പിൾസും എഴുതാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ലെവലാണ് ലെക്സിക്കൽ ലെവൽ. ലെക്സിക്കൽ ലെവൽ കുറച്ചും കൂടി എക്സ്പാൻഡ് കുറച്ചുകൂടി ഹയർ ലെവൽ ഓഫ് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ആൻഡ് വൊക്കാബുലറി. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ സൗണ്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേജ് എത്തും അണ്ടർസ്റ്റാൻഡിങ് വേർഡ്സ് ആൻഡ് വൊക്കാബുലറി അല്ലേ. അപ്പം ഇൻഡിവിജ്വൽ സൗണ്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം ഈ സൗണ്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേർഡ്സ് കിട്ടും. നെക്സ്റ്റ് ലെവലിൽ വേർഡ്സ് ആണ് വരുന്നത് അല്ലേ. അപ്പം ആ ഒരു വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. നോയിങ് ദ മീനിങ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് ജംഗിൾ അല്ലേ. അപ്പം ഈ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് വേർഡിനെയും വൊക്കാബുലറി കളക്ഷൻ ഓഫ് വേർഡ്സിനെയും വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ നോക്കാം നമുക്ക് സിൻടാക്റ്റിക് ലെവൽ. സിൻടാക്റ്റിക് ലെവൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസസ് അല്ലേ. നേരത്തെ നമ്മൾ വേർഡ്സിൻ്റെ മീനിങ് ആണ് നോക്കിയത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി അത് എക്സ്പാൻഡഡ് ലെവലാണ് ഈ പറയുന്ന സിൻടാക്റ്റിക് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ദ സെൻറ്റൻസ് അല്ലേ. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, വെർബ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും, അതിനിടയിൽ ഓക്സിലറി വെർബ്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം പിന്നെ ഡിഫറെൻറ്റ് കണക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഇൻ്റർജങ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ ആ സെൻറ്റൻസിൽ എന്താണെന്ന് പറയുന്നതെന്ന് മനസ്സിലാവും, കറക്റ്റ് മീനിങ് മനസ്സിലാക്കുള്ളൂ അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കൂ, ദ ബോയ് കിക്ക് ദ ബോൾ. റെക്കഗ്നൈസിങ് ഹൂ ഡിഡ് ദ ആക്ഷൻ, വാട്ട് വാസ് ആക്റ്റഡ് അപ്പോൺ അല്ലേ. അപ്പോൾ നോക്കി നിങ്ങൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം. ആക്റ്റീവ് വോയ്സും പാസീവ് വോയ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ആരാണ് ഡുവർ ഓഫ് ആക്ഷൻ, ഒബ്ജക്റ്റ് ആരാണ്, ആരിലാണ് ഒരു ആക്ഷൻ നടന്നത് എന്നൊക്കെ നമ്മൾ ആക്റ്റീവ് വോയ്സും പാസീവ് വോയ്സും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെ പഠിക്കാറുണ്ട് അല്ലേ. അപ്പം ഓരോ സെൻറ്റൻസിലും വരുന്ന സബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെയും നൗണിൻ്റെയും ഒക്കെ ആക്ഷൻ തീരുമാനിക്കുന്നത്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു പൊസിഷനാണ്, സ്ട്രക്ചറാണ് അല്ലേ. അപ്പം ആ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഗ്രാമാറ്റിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് ദർ വിൽ ബി എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതാണ് മീനിങ്ങിനെ തീരുമാനിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ലെവലാണ് സിൻടാക്റ്റിക് ലെവൽ. ഫോർത്ത് വൺ ആണ് സിമാൻറ്റിക് ലെവൽ. സിമാൻറ്റിക് ലെവൽ എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ, അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് സെൻറ്റൻസ് ഓർ പാസേജ് അല്ലേ. സ്ട്രക്ചറാണ്, സ്ട്രക്ചർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്ക് നിങ്ങൾ, സിമാൻറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് വേർഡ് മീനിങ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് മൂന്നാമത്തെ സിൻടാക്റ്റിക് ലെവലിൽ പറയുന്നത് ഗ്രാമാറ്റിക്കൽ റൂൾസ് റെഗുലേഷൻ ആണ്. എന്നാൽ സിമാൻറ്റിക് ലെവലിൽ നോക്കൂ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് എ സെൻറ്റൻസ് ഓർ പാസേജ്. ഇത് കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ആണ് അല്ലേ. നോക്ക് നിങ്ങൾ, എന്തിൻ്റെ മീനിങ് ആണ് ഇവിടെ നോക്കുന്നത്, സെൻറ്റൻസസ് ഓർ പാസേജിൻ്റെതാണ് അല്ലേ. അപ്പം അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓഫ് എ പാസേജ്, meaning of a sentence or passage. For example, realizing that he kicked the bucket could mean death, not literally kicking a bucket അല്ലേ. അപ്പം നോക്ക് നിങ്ങൾ, ഒരു സെൻറ്റൻസിന് ഇഡിയംസിന് എക്സാമ്പിളാണ് ഹി കിക്ക് ദ ബക്കറ്റ്. യഥാർത്ഥത്തിൽ എന്ത്, പിന്നെ കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇഡിയമാണ്, ഡെത്തിനെ കാണിക്കുന്നതാണ്. അദ്ദേഹം മരിച്ചു എന്നുള്ള രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ലിറ്ററലി കിക്കിങ് എ ബക്കറ്റ് കിക്ക് ചെയ്തു എന്നുള്ളതല്ല, അടിച്ചു തെറിപ്പിച്ചു എന്നുള്ള മീനിങ് അല്ല അവിടെ വരുന്നത് അല്ലേ. ഇതുപോലെ സെൻറ്റൻസിൻ്റെയും പാസേജിൻ്റെയും ഒക്കെ മീനിങ് മനസ്സിലാക്കുന്നതാണ് ഏത് ലെവലിൽ, സിമാൻറ്റിക് ലെവലിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ടൈപ്സ് ഓഫ് റീഡിങ് കോംപ്രിഹെൻഷൻ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. വാട്ട് ഈസ് റീഡിങ് കോംപ്രിഹെൻഷൻ, മീനിങ് ഓഫ് റീഡിങ് കോംപ്രിഹെൻഷൻ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് റീഡിങ് കോംപ്രിഹെൻഷൻ. നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിൽ റീഡിങ് കോംപ്രിഹെൻഷൻ ഡെവലപ്പ് ചെയ്ത് എടുക്കാനുള്ള 4 ലെവൽസ് ആണ് വരുന്നത്. ഇനീഷ്യൽ ലെവലാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.